നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ ചെൽസിക്ക് സാധിച്ചിട്ടുണ്ട്. ന്യൂകാസിൽ യുണൈറ്റഡിനെയാണ് അവർ സ്വന്തം മൈതാനമായ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വെച്ച് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. 2-3 ഗോളുകൾക്കാണ് ഈ മത്സരത്തിൽ ചെൽസി വിജയിച്ചിട്ടുള്ളത്. യുവ സൂപ്പർ താരം കോൾ പാൽമറുടെ മികവിലാണ് ഈ മത്സരത്തിൽ ചെൽസി ഇപ്പോൾ വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത്. മത്സരത്തിന്റെ 6ാമത്തെ മിനിറ്റിൽ തന്നെ ചെൽസി ജാക്സണിലൂടെ ലീഡ് കണ്ടെത്തിയിരുന്നു. കോൾ പാൽമറാണ് അതിന് അസിസ്റ്റ് നൽകിയത്. പക്ഷെ 43ാമത്തെ മിനിറ്റിൽ ഐസക്ക് ന്യൂകാസിൽ യുണൈറ്റഡിനെ ഒപ്പമെത്തിച്ചു. ബ്രൂണോ ഗുയിമറസ് ആയിരുന്നു അസിസ്റ്റ് നൽകിയിരുന്നത്. എന്നാൽ 57ാമത്തെ മിനിറ്റിൽ കോൾ പാൽമർ വീണ്ടും ചെൽസിക്ക് ലീഡ് നേടിക്കൊടുക്കുകയായിരുന്നു. എൻസോയുടെ അസിസ്റ്റിൽ നിന്നാണ് ആ ഒരു ഗോൾ പാൽമർ നേടിയിട്ടുള്ളത്. പിന്നീട് 76ാമത്തെ മിനിറ്റിൽ മുഡ്രിക്ക് കൂടി ഗോൾ ചെൽസിക്ക് വേണ്ടി സ്വന്തമാക്കുകയായിരുന്നു. ഗല്ലഗറുടെ അസിസ്റ്റിൽ നിന്നാണ് മുഡ്രിക്ക് ഗോൾ നേടിയത്. പിന്നീട് 90ാം മിനിറ്റിൽ ജേക്കബ് മർഫി ഗോൾ നേടിയെങ്കിലും ന്യൂകാസിൽ യുണൈറ്റഡിന് അത് വിജയിക്കാൻ മതിയാകുമായിരുന്നില്ല. മത്സരത്തിൽ 2-3 ഗോളുകൾക്ക് ചെൽസി വിജയം കരസ്ഥമാക്കുകയായിരുന്നു. എടുത്ത് പറയേണ്ട പ്രകടനം കോൾ പാൽമറുടേത് തന്നെയാണ്. മത്സരത്തിൽ മികച്ച പ്രകടനം അദ്ദേഹം നടത്തി. ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹം നേടിയിട്ടുണ്ട്. 86 മിനിറ്റുകളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 3 ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 3 ഷോട്ടുകൾ അദ്ദേഹം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പാൽമറുടെ ഈ സീസണിലെ പ്രീമിയർ ലീഗിലെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. 24 മത്സരങ്ങളിൽ നിന്ന് 11 ഗോളുകളും 8 അസിസ്റ്റുകളും അദ്ദേഹം ചെൽസിക്ക് വേണ്ടി പ്രീമിയർ ലീഗിൽ ഇപ്പോൾ സ്വന്തമാക്കി കഴിഞ്ഞു. നമുക്കറിയാം, കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റി വിട്ടുകൊണ്ട് ചെൽസിയിലേക്ക് എത്തിയത്. അത് ഇപ്പോൾ ചെൽസിക്ക് നേട്ടമായി. അതേസമയം മാഞ്ചസ്റ്റർ സിറ്റിക്ക് അത് നഷ്ടമാവുകയും ചെയ്തു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.